ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2026 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഹംഗ്രി എന്ന് പറഞ്ഞൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു വെള്ളത്തിലെ സർവൈവൽ ത്രില്ലർ സിനിമകളിൽ പലതരം ജീവികളെ വെച്ചിട്ട് പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് സ്രാവ്, മുതല, പിന്നെ പിരാന, അനാക്കൊണ്ട, ഇതൊക്കെ കൂടുതലായിട്ടും വെള്ളത്തിലും കാട്ടിലും ആളുകളെ കൊല്ലുന്നതായിട്ടും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു മൂവിയിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കുറച്ചാളുകളും. കാരണം ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒരിക്കലും അധികമായിട്ട് ആക്രമിക്കത്തില്ല. അതുമല്ല, ഹിപ്പോപ്പൊട്ടാമസുകൾ സസ്യഭുക്കാണ്, ഒരിക്കലും മാംസവും കഴിക്കാറില്ല. അങ്ങനെയുള്ള ഹിപ്പോപ്പൊട്ടാമസ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലെന്തോ ഒരു കാരണമുണ്ട്. പിന്നെ അറിയാലോ, ഹിപ്പോപ്പൊട്ടാമസിന്റെ വാ തുറന്നാൽ തന്നെ ഒരാളെ ഉള്ളിൽ കയറ്റിയിരുത്താം, അത്രയും വലുതാണ്. ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസ് എങ്ങനെ ഇത്ര കൊടൂരമായിട്ട് മാറി, അതെല്ലാം ഇന്നത്തെ ഈ ഒരു മൂവി കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഇതേ ഞാനും തയ്യാറാണ്. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോവാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും. ഈ കഥ തുടങ്ങുന്നത് വലിയൊരു കാടിനുള്ളിൽ നിന്നാണ്. ഇപ്പോൾ നദിയിലൂടെ പോകുന്ന ഒരു വലിയ മുതല, അതിന് മുകളിലായിട്ട് ഒരു GPS വെച്ചിട്ടുണ്ട്. അതും സാധാരണ മുതലെന്നല്ല, അത്രയും വലിയൊരു മുതലയാണ്. അങ്ങനെ ആ ഒരു മുതല വെള്ളത്തിലൂടെ പോകുന്നതും പെട്ടെന്ന് എന്തോ ഒരു കാര്യം ആ ഒരു മുതലയെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ഇത്രയും വലിയൊരു മുതലയെ തന്നെ അത് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള സിസ്റ്റീനെയാണ്. ഇപ്പോൾ ഓർലിയാൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിൽ അവളുടെ സുഹൃത്തായിട്ടുള്ള ഹന്നയും അവളോടൊപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഒരു ബാറിലിരുന്ന് മദ്യവെക്കുന്നു. അവിടെ വെച്ചിട്ടാണ് സിസ്റ്റി തന്റെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പറയുന്നത്. തന്റെ അമ്മയ്ക്ക് അടുത്തിടെ ഉണ്ടായ ഒരു വലിയ അസുഖവും അതേപോലെ തന്നെ അവളുടെ ജോലി നഷ്ടം, ഇതിൽ നിന്നെല്ലാം ആ ഒരു വിഷമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ഒരു യാത്രയിൽ തന്നെ വന്നത്. അങ്ങനെ അതിനെ പറ്റിയല്ല ഇവർ രണ്ടുപേരും സംസാരിക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് റോഡ്രിഗോ എന്ന് പറഞ്ഞൊരാൾ വരുന്നത്. അപ്പോൾ അയാളെ നമ്മുടെ ഹന്ന ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട്, ഇയാളുടെ പേര് റോഡ്രിഗോ എന്നാണ്. ഇവിടെ അടുത്തായിട്ട് വലിയ മുതലാളെ കാണുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് റോഡ്രിഗോ നമ്മളെ കൊണ്ടുപോകും, നീ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല ഗൈസ്, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എന്തായാലും നാളെ കാണാമെന്ന് പറയുന്നതും റോഡ്രിഗോ ഈ ഒരു ട്രിപ്പിന്റെ ഗൈഡാണ്. അതുകൊണ്ട് റോഡ്രിഗോ പറയും, സോറി മാഡം, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ഹന്ന നേരത്തെ തന്നെ ബുക്ക് ചെയ്തു, അതുകൊണ്ട് നിങ്ങളും കൂടെ തന്നെ വരണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഹന്നയോട് ഹീറോയിൻ നന്ദിയെല്ലാം പറയുന്നുണ്ട്. കാരണം അവൾക്കും കൂടി ടിക്കറ്റ് വാങ്ങിയതുകൊണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം കൂടി അവിടെ നിന്ന് നല്ലതുപോലെ മദ്യവെച്ചിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ട്രിപ്പിന് വേണ്ടി വരുന്ന മറ്റ് സഞ്ചാരികളുണ്ടല്ലോ, അവരെ വിളിക്കാൻ വേണ്ടി റോഡ്രിഗോ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നഴ്സായിട്ടുള്ള സല്ലി, കൂടാതെ സല്ലി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ മകൻ മൈക്ക്, അതേപോലെ തന്നെ സല്ലിയുടെ അച്ഛൻ, അയാളുടെ പേര് ടിം എന്നാണ്, നമുക്ക് ടിം അപ്പൂപ്പൻ എന്ന് വിളിക്കാം. ഇപ്പോൾ ഇവരെ മൂന്നുപേരെ വണ്ടിയിലേക്ക് കയറ്റുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അവളുടെ സുഹൃത്ത് ഹന്ന ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും വണ്ടിയിലേക്ക് കയറാനായിട്ട് വരുന്നു. അപ്പോൾ അവരെയും വണ്ടിയിലേക്ക് കയറ്റി. ഇപ്പം അവസാനമായിട്ട് ഒരാളും കൂടിയുണ്ട്, ഡിയോന എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരി. ഇപ്പം അടുത്തിടെ അവരുടെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞിട്ട് ഇവരെന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഈ മുതലകളെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഒറ്റ ദിവസത്തെ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ബിസിനസ്സുകാരി ആയതുകൊണ്ട് ആ ഒരു കോട്ടും സ്യൂട്ട് അതിൽ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈ ഹീൽസ് ഉണ്ടല്ലോ, അതൊന്നും അഴിച്ചു വെക്കാതെയാണ് അവർ വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വണ്ടിയിലേക്ക് കയറിയിട്ട് ഇപ്പോൾ പരസ്പരം പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് യാത്രയാവുകയാണ്. റോഡ്രിഗോ ആണ് അവരെല്ലാവരെയും കൊണ്ടുപോകുന്നത്, ആ ഒരു ഗൈഡ്. അങ്ങനെ അവിടെ നിന്ന് അവരെല്ലാവരും എത്തുന്നത് ലൂസിയാന എന്ന് പറഞ്ഞൊരു ചതുപ്പ് നിലങ്ങളുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു മുതലാളെല്ലാം കാണാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് റോഡ്രിഗോ അവിടെ അടുത്തായിട്ട് തന്നെ ഈ മുതലാളെ പറ്റിയും അതേപോലെ തന്നെ ഈ വെള്ളത്തിൽ ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടല്ലോ അതിനെ പറ്റിയെല്ലാം റിസർച്ച് നടത്തുന്നതും, കൂടാതെ ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസുകളെ പറ്റിയും ഇവർ ഈ ഒരു ട്രിപ്പിൽ സഞ്ചാരികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയ മ്യൂസിയം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ റോഡ്രിഗോയുടെ ബോസ് വാക്കർ അയാളാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സഞ്ചാരികളായിട്ടുള്ള എല്ലാവരും ഉണ്ടല്ലോ, നമ്മുടെ ഹീറോയിനും ബാക്കിയുള്ളവരും, അവരെല്ലാവരും അകത്തേക്ക് വന്നിട്ട് ഈ മുതലാളുടെ അസ്ഥി അതേപോലെ തന്നെ അതിന്റെ ചരിത്രം അതെല്ലാം നോക്കുമ്പോഴത്തേക്കാണ് ഈ ഹിപ്പോപ്പൊട്ടാമസിനെ ഇവർ കാണുന്നത്. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഹിപ്പോപ്പൊട്ടാമസ് എങ്ങനെ വന്നതെന്ന് ചോദിക്കുമ്പോൾ 98 ആഫ്രിക്കയിൽ നിന്നാണ് ഹിപ്പോപ്പൊട്ടാമസുകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടാണെങ്കിലും ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് ഹിപ്പോപ്പൊട്ടാമസ്. അതുമല്ല ഒരു സസ്യഭുക്ക്. മറ്റുള്ളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ കൊടൂര മൃഗം വേറെ ഉണ്ടാകത്തില്ല. അതെ, നമ്മൾ ഈ ഒരു ഫോട്ടോയിലും വീഡിയോസിലെല്ലാം കാണുന്നത് പോലെ ഭയങ്കര ക്യൂട്ടൊന്നുമല്ല, ആള് ഭയങ്കര അപകടകാരിയാണ്. ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഒറ്റക്കടിക്ക് രണ്ടായിട്ടൊക്കെ മുറിച്ച് കളയും. നമ്മൾ ഈ ഒരു ഷോർട്സിലും മറ്റും കണ്ടിട്ടുണ്ടല്ലോ, ഈ വലിയ തണ്ണിമത്തനൊക്കെ എടുത്ത് വായിലോട്ട് ഇട്ടെടുക്കുമ്പോഴത്തേക്കും ഒരു ഒറ്റക്കടിക്ക് അത് ചതച്ച് കളയുന്നത്, അതുപോലെ. അപ്പോൾ ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയും പറയും, ഈ ഒരു അസ്ഥി ഉണ്ടല്ലോ അത് കണ്ടിട്ട് നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്, ഹിപ്പോപ്പൊട്ടാമസ് ചെറിയ ചെവി, നല്ല ശരീരം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാക്കർ പറയും, അത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊരു മരിച്ച ഹിപ്പോപ്പൊട്ടാമസ് ആയിരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്
അതിൽ മൈക്കിനാണെങ്കിലും ഈ രണ്ട് പെൺകുട്ടികളെയും കണ്ടതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവർക്ക് ഫോട്ടോ എല്ലാം കൊടുത്ത് അത് കഴിഞ്ഞ് ഇവർ പോകാനായിട്ടുള്ള ആ ഒരു ബോട്ടുണ്ട്, അതിലേക്ക് എല്ലാവരെയും കയറ്റാണ്. ഇപ്പോൾ സല്ലിയും അവളുടെ അച്ഛനെ നേരെ പിറകിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ ഹന്നയെ ഫ്രണ്ടിൽ വന്നിരിക്കും. ഇത് കണ്ട മൈക്ക് പറയും ഞാനും അവരോടൊപ്പം ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് വന്നിരുന്ന് ഇപ്പോൾ ആ ഒരു ബിസിനസ്സുകാരി ഉണ്ടല്ലോ അവരും അകത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയം റോഡ്രിഗോ ആണെങ്കിൽ അവൻ്റെ ഫോണിൽ അവർ പോകുന്ന ആ ഒരു ലൊക്കേഷൻ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഫോൺ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷൻ അത് നോക്കിയിട്ട് വേണം ഇവരെ കണ്ടുപിടിക്കാനായിട്ട് വരാനായിട്ട്. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആർക്കൊക്കെ ലൈഫ് ജാക്കറ്റ് ഉണ്ടല്ലോ അത് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബിസിനസ്സുകാരി അതേപോലെ തന്നെ സല്ലി ഇവർ രണ്ടുപേരാണ് ലൈഫ് ജാക്കറ്റ് ചോദിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കൊടുക്കും. എന്നിട്ട് റോഡ്രിഗോ എല്ലാവരോടും പ്രത്യേകം പറയുന്നുണ്ട്, ഓക്കെ നമ്മൾ ഈ ഒരു യാത്ര തുടങ്ങുമ്പോഴത്തേക്കും ആരും കയ്യോ കാലോ ഒന്നും വെള്ളത്തിലേക്ക് ഇടരുത്, കാരണം മുതലകൾ നമുക്ക് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും ബോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം. പിന്നെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബിഗ് ബെന്നിനെയാണ് എന്ന് പറയുന്നതും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു വലിയ മുതലുണ്ടല്ലോ അതിൻ്റെ പേരാണ് ബിഗ് ബെൻ. കാരണം ഈ ഒരു തടാകത്തിലെ ഏറ്റവും വലിയ മുതല അതാണ്. അപ്പോൾ അതിനെ ആദ്യം കാണിച്ചു തരാമെന്നും പറഞ്ഞ് റോഡ്രിഗോ എല്ലാവരോടും അതിൻ്റെ നീളം എത്ര വീതിയുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ബെന്നെന്ന് പറഞ്ഞാൽ ആ ഒരു മുതലേ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദേഹത്താണ് ആ ഒരു GPS ട്രാക്കർ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു മുതൽ എവിടെ പോയാലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും, സഞ്ചാരികൾക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കാനും കഴിയും. അതുപോലെ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഈ കടോലേക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ, ഒരു ടൈം ലൂപ്പ് മൂവി, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തോന്നുന്നു. ആ മൂവിയിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്, ചതുപ്പ് നിലങ്ങളും ഇതുപോലെയുള്ള കാടുകൾ. ഓക്കെ, എനിക്ക് ഈ ഒരു സീൻ കണ്ടപ്പോഴത്തേക്ക് അതുപോലെ തോന്നി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും സെൽഫി എടുക്കുന്നു, അതേപോലെ തന്നെ സന്തോഷിക്കുന്നു. ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം ഈ ബെൻ എന്ന് പറഞ്ഞ ആ ഒരു മുതലുള്ള ലൊക്കേഷനിലേക്ക് ഇവരെത്തും അതിൻ്റെ GPS ട്രാക്കർ നോക്കിയിട്ട്. കാരണം ആ ഒരു പരിധിയിൽ അതിൻ്റെ തൊട്ടടുത്തല്ല, അതുള്ള ആ ഒരു GPS ട്രാക്കർ ഒരു ലൊക്കേഷൻ പരിധി ഉണ്ടാവുമല്ലോ, അതിനുള്ളിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ റോഡ്രിഗോ പറയും ശരി നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, അവൻ എന്തായാലും ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അതേപോലെ തന്നെ വെയിറ്റ് ചെയ്യാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും ആ ഒരു മുതല എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് റോഡ്രിഗോ കുറച്ച് മാഷ്മെല്ലോ ഉണ്ടല്ലോ അതെടുത്ത് വെള്ളത്തിലേക്ക് എറിയും. അപ്പോൾ ഇവർ ചോദിക്കും അല്ല ഇതെന്തിനാ എറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുമ്പോഴത്തേക്കും ഈ മുതലകൾ വിചാരിക്കും അതിൻ്റെ മുട്ടയാണെന്ന്, അതുകൊണ്ട് ഇവിടേക്ക് വരുമെന്ന് പറയും. അങ്ങനെ കുറേ നേരമായിട്ട് ആ ഒരു മുതല അവിടേക്ക് വരുന്നില്ല. ഇവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏയ് എന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ റോഡ്രിഗോ ശരി നമുക്ക് ചിക്കൻ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഒരു ചിക്കനെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയും. എന്നിട്ട് അവർ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോഴും ആ ഒരു മുതൽ അവിടേക്ക് വരുന്നില്ല. അപ്പോൾ റോഡ്രിഗോ പറയും ശരി ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് വരാത്തത് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഹീറോയും പറയുന്നത് ശരി GPS ലൊക്കേഷൻ്റെ ആ ഒരു പരിധിക്കുള്ളിലല്ലേ നമ്മൾ നിൽക്കുന്നത്, കുറച്ചുകൂടി അടുത്തേക്ക് പോവാം, ആ ഒരു കോർണറിലേക്ക് നമുക്ക് പോയി നിൽക്കാമെന്ന് പറയുമ്പോൾ റോഡ്രിഗോ പറയും ശരി അതൊരു നല്ല തീരുമാനമാണ്, നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും മൈക്ക് എന്ന് പറഞ്ഞ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന ചിക്കൻ കൈയിട്ട് എടുക്കാൻ നോക്കും. അപ്പോൾ റോഡ്രിഗോ പറയും ഹേയ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് കൈയിട്ട് ആ ഒരു ചിക്കനെ എടുത്തിട്ട് ഇവന്റെ കൈ പെട്ടെന്ന് എന്തോ ഒരു കാര്യം വന്ന് കടിക്കുന്നു. ഇവരാണെങ്കിൽ വേദനയോട് കരയുന്നതും എല്ലാവരും പേടിച്ചിട്ട് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്നാണ് അവൻ ഇവരെ എല്ലാവരെയും പ്രാങ്ക് ചെയ്താണ്, വെറുതെ അവൻ അതുപോലെ കാണിച്ചതാണ്. ഇത് കണ്ട അവന്റെ അമ്മയാണെങ്കിലോ സല്ലി അവർക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഇവനെ നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടികളുടെ മുന്നിൽ അവനങ്ങ് നാണം കെട്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആ ഒരു മുതലുള്ള ഭാഗം അവിടേക്ക് പോവാണ്. കുറച്ചു ദൂരം മുന്നേക്ക് ആ ഒരു കോർണർ ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഇവർ ബോട്ട് ഓടിച്ചിട്ട് പോകുമ്പോഴത്തേക്കാണ് ആഹാ വേറൊന്നല്ല ഇവർ തിരക്കി വന്ന ആ ഒരു മുതല ബിഗ് ബെൻ, അതും ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ മുതല, അതവിടെ ചത്ത് കിടക്കുന്നു. അതുപോലെ അതിന്റെ തലയും ശരീരവും രണ്ടായിട്ട് കിടക്കാണ്. അത്രയും വലിയ രീതിയിലാണ് അതിനെ കടിച്ച് മുറിച്ചിട്ടുള്ളത്. ഇതെന്താണ് ചെയ്തതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഈ മുതലയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ഇവരെല്ലാവരും പേടിച്ചുപോയി. അപ്പോൾ ഇതുകൂടിയാവുന്നത് നമ്മുടെ ടിമ്മ പോവാൻ പറയും ശരി നമുക്ക് എത്രയും ഇവിടുന്ന് തിരിച്ചു പോവാം, അതേപോലെ തന്നെ മറ്റ് യാത്രക്കാരോടും ഈ വിവരം പറയണം, അവർ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവർ തടയണം, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് പോവാന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ബിസിനസ്സുകാരി ഉണ്ടല്ലോ അവർ പെട്ടെന്ന് ഓക്കെ ആ ഒരു ബോട്ട് കുറച്ച് മുതലയുടെ അടുത്തേക്ക് കൊണ്ടാക്ക്, എനിക്ക് അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പറയുമ്പോൾ റോഡ്രിഗോ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ അവർ പറയും പിന്നെ നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ പണം തന്നെ എന്തിനാ, എൻ്റെ ഇഷ്ടത്തിന് വരാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ബാക്കി എല്ലാവർക്കും നല്ല ദേഷ്യമായി. ഇപ്പോൾ സല്ലിയും അവളുടെ അച്ഛനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും അവിടേക്ക് പോകാൻ കഴിയത്തില്ല, കാരണം എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും തിരിച്ചു കൊണ്ടാക്ക് എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ബഹളം വയ്ക്കുമ്പോഴത്തേക്കും ആ ബിസിനസ്സുകാരിയാണെങ്കിൽ ഒരു വിധത്തിൽ അതിന് സമ്മതിക്കുന്നില്ല. അവർക്കാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തേ പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് അല്ല നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുന്നതും ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റോഡ്രിഗോ ആ ഒരു ബോട്ട് തിരിക്കുന്നതും അങ്ങനെ ഈ ഒരു ബോട്ട് തിരിച്ച് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് അടിയിൽ എന്തോ ഒരു കാര്യത്തിൽ ഈ ഒരു ബോട്ട് വന്ന് തട്ടുന്നു. അതും കൂടാതെ പെട്ടെന്ന് ഈ ഒരു ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനും തുടങ്ങുന്നു. ഇപ്പോൾ ബോട്ട് രണ്ട് വശങ്ങളിലേക്ക് ചരിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് മറിയത്തില്ല, ഇവർ ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ പിടിച്ചു നിന്ന് അവസാനം ഒരവസരത്തിലേ
ഈ ബോട്ട് അങ്ങ് ഒരു വശത്തേക്ക് മറിയുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നതും ഇപ്പോൾ ഒരു വിധത്തിൽ നീന്തൽ അറിയാവുന്നവരെല്ലാം മുകളിലേക്ക് വരുന്നുണ്ട്. മറ്റേ ബിസിനസ്സുകാരി ഉണ്ടല്ലോ, അവർക്ക് നല്ലതുപോലെ നീന്തലൊന്നും അറിയത്തില്ല. അങ്ങനെ എല്ലാവരും ഒരു വിധത്തിൽ നീന്തി നിന്നിട്ട് ഇപ്പൊ ഈ മറിഞ്ഞു കിടക്കുന്ന ബോട്ടിന് മുകളിലേക്ക് എല്ലാവരും കയറാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് പിടിച്ചു കയറി നമ്മുടെ ടിമ്മപ്പൂവനാണെങ്കിൽ ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും ആ ബിസിനസ്സുകാരി ഉണ്ടല്ലോ, അവര് മാത്രം ഒരു മരത്തിനടുത്തേക്ക് പോകുന്നു. അപ്പൊ അവരെ വിളിക്കാനായിട്ട് അവരുടെ പിറകെ പോകുമ്പോൾ അവർ പറയും, ഇല്ല ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഈ ഒരു മരത്തിന് മുകളിൽ ഇരുന്നോളാന്ന് പറഞ്ഞ് അവർ ആ ഒരു മരത്തിന് മുകളിലേക്ക് കയറാണ്. ഇതേ സമയം വെള്ളത്തിനടിയിൽ ഭയങ്കരമായിട്ടുള്ള കുമിളകളൊക്കെ വരുന്നുണ്ട് മുകളിലേക്ക്. എന്താണെന്ന് അറിയുന്നില്ല. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ഗൈഡ് ഉണ്ടല്ലോ, അയാളെയും കാണാനില്ല. അതുമല്ല ഈ ഒരു വെള്ളത്തിൽ കുമിള വരുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കുന്നതും സല്ലിയാണെങ്കിലോ അവളുടെ അച്ഛനെ ടിമ്മപ്പൂവിനെ പെട്ടെന്ന് വിളിക്കും, അച്ഛാ അധികം നേരം വെള്ളത്തിൽ കിടക്കണ്ട, പെട്ടെന്ന് കയറാൻ പറയുമ്പോൾ നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ നീന്തി നീന്തി ഒരു വിധത്തിൽ അപ്പൂവൻ വന്നിട്ട് ആ ഒരു ബോട്ടിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയം റോഡ്രിഗോ ഉണ്ടല്ലോ, ആ ഒരു ഗൈഡ്, അവനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോൾ വെള്ളത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. അതുമല്ല അവന്റെ ഷോൾഡർ നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവനാണെങ്കിൽ പേടിച്ച് ഇവരുടെ അടുത്തേക്ക് ഒറ്റ കൈ കൊണ്ട് നീന്തി നീന്തി ഈ ബോട്ടിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സാധനം എന്താണോ അതും പിറകെ തന്നെ വരുന്നുണ്ട്. അത് അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവരവനെ വലിച്ച ആ ഒരു ബോട്ടിന് മുകളിലേക്ക് കയറ്റുമ്പോഴത്തേക്കും ഇപ്പോൾ അടിയിൽ വന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് ഈ ഒരു ബോട്ട് തള്ളി മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോവാണ്. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെല്ലാവരും ആ ബോട്ടിൽ തന്നെ ഇരിക്കും. അടിയിലുള്ള ആ ഒരു ജീവിയാണെങ്കിൽ ബോട്ട് തള്ളി തള്ളി അവസാനം ഒരു മരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് ഇടിച്ചു നിർത്തിയിട്ട് അതിൽ ആ ഒരു ബിസിനസ്സുകാരിയാണെങ്കിലും മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നതുകൊണ്ട് അവർ ഈ ഒരു ബോട്ടിൽ നിന്ന് കുറച്ച് അകലെയായിപ്പോയി. അതുമല്ല ഈ ബോട്ട് വന്ന് ഇടിച്ചിരിക്കുന്നത് ഒരു മരത്തിനടുത്താണ്. അതുകൊണ്ട് ഹന്ന എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് ബോട്ടിൽ നിന്നും പെട്ടെന്ന് ആ ഒരു മരത്തിന് മുകളിലേക്ക് കയറിയിരിക്കും. ഇപ്പോൾ ബാക്കിയെല്ലാവരും റോഡ്രിഗോ ഉണ്ടല്ലോ, അവന്റെ മുറിവ് എന്താണെന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു 10 ഇഞ്ച് കനമുള്ള എന്തോ ഒരു വലിയ പല്ല് പോലെ അത്രയും വലിയൊരു മുറിവാണത്. ഇത്രയും വലിയ ജീവി എന്താണെന്ന് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ സല്ലിയാണെങ്കിലോ റോഡ്രിഗോയുടെ മുറിവ് കണ്ടിട്ട്, ഓക്കെ നമുക്ക് ചൂടുള്ള എന്തെങ്കിലും ഒരു കാര്യം വേണം, ഈ മുറിവിൽ വെച്ചിട്ട് രക്തം പോകുന്നത് നിർത്താൻ വേണ്ടിയിട്ടാണ്, അതുപോലെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ചൂടുള്ള എന്തെങ്കിലും ഒരു കാര്യം നോക്കണം, അതിന് കത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വേണം. അപ്പോഴാണ് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഈ ഫ്ലെയർ ഉണ്ടല്ലോ അത് കിടക്കുന്നത് ഇവർ കാണുന്നത്. അപ്പോൾ അതെടുക്കാനായിട്ട് കുറച്ച് മുന്നിലേക്ക് പോകണം. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ചുറ്റിനെ നോക്കുമ്പോൾ ഈ മരത്തിന്റെ ശാഖ ആ പെട്ടിയുടെ അടുത്തൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഹീറോയിൻ പറയും, ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ പതിയെ ഒരു മരത്തിന് മുകളിലേക്ക് കയറും. എന്നിട്ട് ഓരോ കൊമ്പിലും പിടിച്ച് പതിയെ അങ്ങനെ മുന്നോട്ട് പോവാണ്. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ വീഴും. വെള്ളത്തിനടിയിൽ ആ ഒരു ജീവി ഉണ്ടെങ്കിൽ ഹീറോയിന്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ രണ്ടും കൽപ്പിച്ചിട്ട് ആ ഒരു ശിഖരങ്ങളിലൂടെ പിടിച്ച് ഒരു വിധത്തിൽ ആ പെട്ടി കിടക്കുന്നുണ്ടല്ലോ അവിടേക്ക് ഇറങ്ങി വന്ന ആ ഒരു പെട്ടി എങ്ങനെയും എടുക്കും. എന്നിട്ട് എന്താണ് നമ്മുടെ ടിമ്മപ്പൂവിന്റെ അടുത്തേക്ക് എറിഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ അത് തുറന്ന് നോക്കുന്നതും അതിനകത്തുള്ള ആ ഒരു ഫ്ലെയർ എടുത്തിട്ട് ടിമ്മപ്പൂവിന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തി ഇരിപ്പുണ്ട്. ആ കത്തി എടുത്ത് ഈ ഫ്ലെയർ കത്തിച്ചിട്ട് അതിന്റെ ചൂടിൽ ഈ ഒരു കത്തി നല്ലപോലെ ചൂടാകും. എന്നിട്ട് അത് നമ്മുടെ സല്ലിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ സല്ലി റോഡ്രിഗോയോട് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു മുറിവിലേക്ക് വെച്ച് ആ മുറിവ് എങ്ങനെയും ഉണക്കാൻ നോക്കാണ്. കാരണം രക്തം അധികമായിട്ട് പോകുന്നുണ്ട്. അതാണിപ്പോൾ തടയേണ്ടത്. അവൻ അങ്ങനെ ഭയങ്കരമായിട്ട് വേദനയെ സഹിക്കുന്നുണ്ട്. ഇതേ സമയം ബിസിനസ്സുകാരി അന്നയോട് ചോദിക്കും, നിന്റെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറയും. ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അത്രയും നേരം കഴിഞ്ഞിട്ട് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്കും റോഡ്രിഗോ മയക്കത്തിൽ നിന്ന് പതിയെ കണ്ണുറക്കുന്നു. ബാക്കി എല്ലാവരും സഹായത്തിന് വേണ്ടിയിട്ട് അലറി വിളിക്കുകയാണ്, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ആരും കേൾക്കുന്നില്ല. ഈ ഒരു പ്രദേശത്തേക്ക് ആരും അങ്ങനെ അധികം വരാറില്ല. എന്താണെന്ന് വെച്ചാൽ റോഡ്രിഗോ ഇപ്പോൾ എഴുന്നേറ്റിട്ട് ഇവരോട് പറയുന്നുണ്ട്, നമ്മൾ പരിധി വിട്ട് കുറച്ച് ഇങ്ങോട്ട് വന്നുപോയി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ടിമ്മപ്പൂവൻ പറയും, ഏയ് അതൊന്നും കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഇപ്പോൾ സേഫായിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്, അത് തന്നെ ധാരാളം, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ മൈക്ക് ചോദിക്കും, അല്ല നിങ്ങൾ എന്താ കടിച്ചോണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ, എന്താണെന്ന് എനിക്കറിയത്തില്ല, വലിയൊരു മൃഗമായിരുന്നു, അതിൻ്റെ വാ കൊണ്ട് എന്നെ കടിച്ചു വലിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, ക്യാപ്റ്റൻ നിങ്ങളുടെ കയ്യിൽ റേഡിയോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്തായാലും ബോട്ടിനടിയിലായിരിക്കും. പിന്നെ ബോട്ടിനടിയിലാണെങ്കിൽ ഒരു GPS ട്രാക്കർ ഉണ്ട്, അത് ഞാൻ ഓണാക്കിയിട്ടില്ല, അത് ഓണാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായിട്ട് വരും. അപ്പോൾ അതിന് എത്ര സമയം എടുക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും, എന്തായാലും നമ്മൾ ഈ ഒരു ടൈം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് സഹായത്തിനായിട്ട് ആൾ വരത്തുള്ളൂ. അതെപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ രാത്രി 7 മണിയെന്ന് പറയും. അപ്പോൾ രാത്രി 7 മണിയാവാനായിട്ട് ഇനിയും ഒരു 5 മണിക്കൂർ ബാക്കിയുണ്ട്. അപ്പോൾ ഹന്ന പറയും, അയ്യോ ഈ 5 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. അങ്ങനെ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ മഴ പെയ്യുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹന്ന അവൾ കൊണ്ടുവന്ന ബാഗിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ബാഗ് ഇങ്ങ് എടുത്തു തരാൻ പറയുമ്പോൾ ആ ബിസിനസ്സുകാരി ഒന്ന് മിണ്ടായിരിക്കാൻ കഴിയോ പെണ്ണേ, ഒന്നാമത് ഇവിടെ എല്ലാവരും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്നും പറഞ്ഞ് ഇപ്പോൾ കുറേ നേരം അങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഒരു മഴ നിന്നു. അപ്പോൾ മൈക്കുണ്ടല്ലോ, അവനും അവൻ്റെ അപ്പൂപ്പനും കുറച്ച് ദൂരെയായിട്ട് കിടക്കുന്ന മറ്റൊരു വലിയ പെട്ടിയുണ്ട്. അതിനകത്ത് ഫുഡോ വെള്ളമോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അതെടുക്കാൻ വേണ്ടി ഒരു കയറിൻ്റെ അറ്റത്ത് കമ്പ് കെട്ടിയിട്ട് അതിനടുത്തേക്ക് എറിഞ്ഞ് അത് അടുത്തേക്ക് പിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് സല്ലി പറയുന്നത്, അച്ഛാ
ഇയാൾ അധികം നേരം ഇങ്ങനെ കിടത്താൻ കഴിയത്തില്ല, അയാളുടെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ടൈം ഉണ്ടല്ലോ, വെയിറ്റ് ചെയ്യാം, ഇതല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഈ അപ്പൂപ്പനും ആ ഒരു പെട്ടി എടുക്കാൻ വേണ്ടി ആ ഒരു കയറെടുത്തൊരു ഒറ്റയേറ് കറക്റ്റ് ആ ഒരു പെട്ടിയിലേക്ക് വന്ന് വീഴും. എന്നിട്ട് അത് വലിച്ച് അടുത്തേക്ക് എടുക്കാണ്. അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അത് കൊണ്ടുവന്ന് എല്ലാവർക്കായിട്ട് കൊടുക്കുന്നു. നമ്മുടെ ആ ഒരു ബിസിനസ്സുകാരിക്ക് മാത്രം അത് കൊടുക്കാൻ കഴിയത്തില്ല, ഇവരിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ടാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിനും അവളുടെ സുഹൃത്തിനും അപ്പൂപ്പൻ വന്നിട്ട് ആ ഒരു വെള്ളക്കുപ്പി കൊടുക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ചോദിക്കും, അല്ല അപ്പൂപ്പ നിങ്ങൾ എന്ത് ജോലിയാ ചെയ്തിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇതുപോലെ ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അഗ്നി സുരക്ഷാ സേന, അതിലാണ് അപ്പൂപ്പൻ വർക്ക് ചെയ്തതെന്ന് പറയും. അതുകൊണ്ടാണ് അപ്പൂപ്പൻ ഇത്രയും ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവരെല്ലാവരും സമയം പോകാൻ വേണ്ടി അതിന് മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനും അവളുടെ സുഹൃത്തും ചില തമാശകൾ പറയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഹീറോയിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹീറോയിൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സുഹൃത്ത് ഹന്നയുണ്ടല്ലോ, അവളാണ് ഹീറോയിനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആ ഒരു മൃഗത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ മൈക്ക് പറയും, മുത്തശ്ശ അത് തിരിച്ചു വന്നു എന്ന് പറയുന്നതും ഈ അപ്പൂവാൻ പറയും, ഓക്കെ സല്ലി, മൈക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഉയരത്തിൽ ആ ഒരു മരത്തിന് മുകളിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞ് ഓരോരുത്തരെ പറഞ്ഞിടുമ്പോൾ സല്ലി ഉണ്ടല്ലോ, അവർ ഈ മരത്തിലേക്ക് പിടിച്ചു പിടിച്ചാണ് കയറുന്നത്. അവർക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് കിടന്നിട്ട് അങ്ങനെ പിടിച്ച് മുന്നിലേക്ക് പോകുന്നതും മൈക്കുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഏതോ ഒരു കൊമ്പിൽ കയറി പിടിച്ചിട്ട് അതിന്റെ പിടി വിട്ട് ഇവൻ താഴേക്ക് പോയായിട്ട് വരുന്നതും അവന്റെ അമ്മ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അവനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവരാണെങ്കിലോ ഈ മരക്കൊമ്പിൽ നിന്ന് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ മൈക്ക് അമ്മ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നതും ഇപ്പോൾ സല്ലിക്കാണെങ്കിലോ വെള്ളത്തിലേക്ക് നീന്താൻ അറിയത്തില്ല. അവരങ്ങനെ തന്നെ കിടന്നിട്ട് അതുകൊണ്ടാണ് അവർ ആ ഒരു ലൈഫ് ജാക്കറ്റ് വാങ്ങി വെച്ചത്. ഇപ്പോ സല്ലിയാണെങ്കിലോ ഒരു വിധത്തില് പിടിച്ചു പിടിച്ച് അവിടെയുള്ള ഒരു മരക്കൊമ്പിൽ പിടിച്ചിങ്ങനെ കിടക്കും. ഇത് കണ്ട ഹീറോയിൻ അവരെ രക്ഷിക്കാൻ പോവാന്നും പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം. എന്നിട്ട് ഹീറോയിൻ അങ്ങനെ നീന്തി സല്ലിയുടെ അടുത്തേക്ക് വന്ന് സല്ലിയെ പിടിച്ച് തിരിച്ച് ഈ ഒരു മരത്തിനടുത്തേക്ക് നീന്തി വരികയാണ്. അങ്ങനെ നീന്തി ആ ഒരു മരത്തിലെന്തായാലും കയറാൻ കഴിയത്തില്ല. അതിന് മുന്നേ തന്നെ അടുത്ത് കിടക്കുന്ന ആ ഒരു ബോട്ടിന് മുകളിലേക്ക് സല്ലിയെ ഹീറോയിൻ എങ്ങനെയെങ്കിലും കയറ്റും. എന്നിട്ട് ഹീറോയിൻ കയറാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹന്ന നോക്കുമ്പോഴത്തേക്കും അവളുടെ പിറകിൽ നിന്നും ആ ഒരു ജീവി വെള്ളത്തിലൂടെ വരുന്നു. ഇതിന്റെ സൈസ് എല്ലാം കാണുമ്പോൾ തന്നെ എന്തായാലും അവൾക്ക് മനസ്സിലായി അത് സാധാരണ ഒരു മൃഗമല്ല, അത് ഹിപ്പോപ്പൊട്ടാമസ് ആണെന്ന്. കാരണം വെള്ളത്തിനടിയിൽ അതിന്റെ കാലുകൾ തന്നെ ഒരു ആനയുടെ അത്രയും വലിപ്പമുണ്ട്. ഇപ്പോൾ ഹന്ന ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് വിളിച്ച് പറയുന്നതും ഹീറോയിൻ ഈ ഒരു ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഹന്നയാണെങ്കിൽ പേടിച്ചിരിക്കുന്നത് എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അപ്പോഴേക്കും ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ടല്ലോ, അതങ്ങനെ നീന്തി വന്ന് ഇടിക്കുന്നതോ ഹന്ന ഇരിക്കുന്ന ആ ഒരു മരത്തിലേക്ക് അവളുടെ പിടിവിട്ട് ഹന്ന നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. ആ സമയം കൊണ്ട് നമ്മുടെ ഹീറോയിൻ ഈ ഒരു ബോട്ടിന് മുകളിലേക്ക് കയറിയിട്ട് ഹന്നയോട് പറയുന്നുണ്ട്, ഹന്ന നീന്തി ഏതെങ്കിലും ഒരു വശത്തേക്ക് നീന്താൻ പറയുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചുപോയി. എന്നിട്ട് അവൾ മുന്നോട്ട് നീന്താനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹിപ്പോപ്പൊട്ടാമസ് അവളുടെ മുന്നിൽ ആ വെള്ളത്തിനടിയിൽ വന്ന് നിൽക്കുന്നു. അതുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് പോകാൻ കഴിയത്തില്ല. അവളിപ്പോൾ പിറകിലേക്ക് നീന്തും. എന്നിട്ട് ആ ഒരു ബിസിനസ്സുകാരി ഇരിക്കുന്ന മരം ഉണ്ടല്ലോ, അതിനടുത്തേക്ക് നീന്തി വന്ന് അതിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ അവളുടെ കൈ തെന്നി പോകുന്നുണ്ട്. അവൾക്ക് നല്ലതുപോലെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വീണ്ടും അവൾ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി അങ്ങ് പോയിട്ട് അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ വെള്ളത്തിന് താഴെയായിട്ട് ഈ വെള്ളത്തിനടുത്തായിട്ട് ഒരു കൊമ്പ് ചരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനടുത്തേക്ക് വന്നിട്ട് ഹന്നയെ വിളിക്കണം ഇവിടേക്ക് വരാൻ പറഞ്ഞ്. അപ്പോൾ ഹന്ന ആ ഒരു വശത്തേക്ക് നീന്തുമ്പോഴത്തേക്കും നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ തൻ്റെ മകളോട് പറയുന്നുണ്ട്, അവൾ എന്തായാലും അവിടേക്ക് പോകത്തില്ല, അത്രയും ദൂരം അവൾക്ക് നീന്തി എത്താനായിട്ട് കഴിയത്തില്ല, വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, നമുക്ക് അവരെ സഹായിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അപ്പൂപ്പൻ്റെ മോള് പറയും, അച്ഛ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം, ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ പറയുമ്പോൾ ഈ അപ്പൂപ്പൻ പറയും, സല്ലി അങ്ങനെയാണെങ്കിൽ നീ മുകളിലേക്ക് കയറ്, മരത്തിന് മുകളിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്പൂപ്പൻ ഇപ്പോൾ ആ തുഴയും കൊണ്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങും. എന്നിട്ടാണ് ഹന്നയെ വിളിച്ചിട്ട് പറയുന്നത്, ഹന്ന ദേ ഇവിടേക്ക് വാ, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ പിടിച്ചേക്കാം, ഞാൻ 1 മുതൽ 3 വരെ എണ്ണും എന്ന് പറഞ്ഞിട്ട് 1 2 3 എന്ന് പറയുന്നതും കറക്റ്റ് സമയത്ത് ഹിപ്പോ വന്നിട്ട് നമ്മുടെ അപ്പൂപ്പനെ വലിച്ച് വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ വായിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ, കടിച്ചങ്ങ് മുറിച്ച് കളയും. അതുകൊണ്ട് അപ്പൂപ്പൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇപ്പോൾ തൻ്റെ അച്ഛൻ മരിച്ചത് കണ്ടിട്ട് സല്ലിയാണെങ്കിൽ പേടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുകയാണ്. ഹന്നയാണെങ്കിൽ ഇതും കണ്ട് ഹീറോയിനെ വിളിച്ചിട്ട്, ഞാൻ ദേ അവിടേക്ക് വരികയാണ്, നീ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഹന്ന ഹീറോയിൻ്റെ അടുത്തേക്ക് നീന്തും. അങ്ങനെ നീന്തി വന്ന ആ ഒരു ചാഞ്ഞെടുക്കുന്ന കൊമ്പുണ്ടല്ലോ, അവിടെ ഹീറോയിൻ വന്ന് കിടന്നിട്ട് അവളുടെ ഒരു കൈ വെച്ച് ഹന്നയെ വലിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. പക്ഷേ ഹന്നയാണെങ്കിൽ അവൾക്ക് അത്രയും വെയിറ്റ് ഇല്ലേ, ഈ ഒറ്റ കൈ കൊണ്ടൊക്കെ വലിച്ച് മുകളിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടുള്ള കാര്യമാണ്. ഹന്ന നല്ലതുപോലെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അവളുടെ ഷോൾഡർ അങ്ങ് ഊരിപ്പോവും. അതുകൊണ്ട് ഹന്ന വീണ്ടും വെള്ളത്തിനടിയിലേക്ക് വീഴുമ്പോൾ ഹീറോയിൻ പറയും, എന്നെ കൊണ്ട് കഴിയത്തില്ല, നീ നീന്തണം, നീന്തി ഈ ഒരു മരത്തിനടുത്തേക്ക് വരാൻ പറയുമ്പോൾ ഹന്ന പിന്നെയും വെള്ളത്തിന് മുകളിലേക്ക് വന്നിട്ട് അവൾ നീന്തി ഈ മരത്തിനടുത്തേക്ക് വരും. എന്നിട്ട് മരത്തിൽ പിടിച്ച് അതിലേക്ക് കയറുമ്പോൾ ഇത് കണ്ട് ഹീറോയിൻ സമാധാനമായി. കാരണം അവൾ മരത്തിന് മുകളിലേക്ക് കയറുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറുന്നതും ദേ ഇതുപോലെ ഹന്നയെ കടിച്ചെടുത്ത ആ ഒരു ഹിപ്പോ അവളെയും കൊണ്ട് പോവാണ്. അപ്പോൾ അവളും മരിച്ചു. പാവം നമ്മുടെ അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനും മരിച്ചു. ഇപ്പൊ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എല്ലാവരും ഇവർ രണ്ടുപേരും മരിച്ചതുകൊണ്ട് അവരുടെ ശരീരം പോലും അവിടെ പൊങ്ങി കിടക്കുന്നില്ല.
ഹിപ്പോ അത് കടിച്ചെടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പോൾ ചുറ്റിലിരുന്ന് കരയാണ്, വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ അവസ്ഥയായിപ്പോയി. അതുപോലെ താഴേക്കും വരാൻ കഴിയത്തില്ല, ആ ഒരു മരത്തിന് മുകളിൽ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതുപോലെ ഇപ്പോൾ ഇവരെല്ലാവരും ഇരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ദേ ഇതുപോലെ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇവിടെ നിന്നും വെള്ളത്തിൽ ഇറങ്ങിയാലും രക്ഷപ്പെടാനായിട്ട് കുറച്ച് പാടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹിപ്പോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഈ സ്ഥലത്ത് മുതലാളും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും ആരെങ്കിലും സഹായത്തിന് വരുന്നത് വരെ. ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കാണ് വാക്കർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, റോഡ്രിഗോയുടെ ബോസ്, ആ അപ്പൂപ്പൻ ഇപ്പോൾ ഇത്രയും നേരമായിട്ട് ഇവർ തിരിച്ചു വരാത്തത് കൊണ്ട് ഓക്കെ അവരെ എല്ലാവരും അന്വേഷിച്ച് അപ്പൂപ്പനും ബോട്ടെടുത്ത് പോകാൻ പോവാണ്. അതുമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു GPS ഓൺ അല്ലാത്തത് കൊണ്ട് ഈ അപ്പൂപ്പന് കറക്റ്റ് ഇവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. എന്തായാലും അപ്പൂപ്പൻ ബോട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി സല്ലി ഉണ്ടല്ലോ, അവരടുത്തേക്ക് വന്നിരുന്ന് ഹീറോയിനെ പിടിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം മരിച്ചവർ രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം അവിടെ ഇരുന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ ഹന്നെ പിടിച്ച് വലിച്ചതിൽ ഹീറോയിന്റെ ഷോൾഡറിന് നല്ല പെയിൻ ഉണ്ട്. ഇപ്പോൾ സല്ലി ഒരു നേഴ്സായതുകൊണ്ട് അവൾ പറയും ഞാനത് ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അങ്ങനെ ഷോൾഡർ പിടിച്ച് നേരെ തിരിച്ചു പിടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഹീറോയിന് ഇപ്പോൾ വേറെ കുഴപ്പമില്ല, അവളുടെ കൈ എന്തായാലും ശരിയായി. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കാണ് മൈക്ക് ഉണ്ടല്ലോ, അവനിപ്പോൾ മനസ്സിലായി, അവന് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലായി അതൊരു വലിയ ഹിപ്പോപ്പൊട്ടാമസ് ആണ് ഇവരെ അറ്റാക്ക് ചെയ്തതെന്ന്. ഇതേ സമയം നമ്മുടെ വാക്കറപ്പൂവനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ ഇവരെ വിളിച്ച് ആ ഒരു ടോർച്ച് ഓടിച്ചിങ്ങനെ വരികയാണ്. ഇവരെവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇവിടെ റോഡ്രിഗോ ഒക്കെ ആണെങ്കിലോ ഒട്ടും വയ്യ, അവന് നല്ല ക്ഷീണമുണ്ട്. ഹീറോയും വന്ന് അവന് കുറച്ച് വെള്ളമെല്ലാം കൊടുത്ത് അവിടെ തന്നെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ബിസിനസ്സുകാർ ചോദിക്കുന്നത്, റോഡ്രിഗോ ക്യാപ്റ്റൻ ഇതുവരെ നമ്മളെ അന്വേഷിച്ച് വേറെ ആരും വന്നില്ല, ആ ഒരു GPS ട്രാക്കർ അത് ഓണാണോ, നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റോഡ്രിഗോ പറയും എനിക്ക് അത്ര ഉറപ്പില്ല, എന്തായാലും ബോട്ടിനടിയിലുണ്ട്, അവിടെ പോയി നോക്കിയാലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ലോ. ഇനിയിപ്പോൾ ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് ഓണാക്കണം, അതിൻ്റെ കീ എൻ്റെ അടുത്തുണ്ട്, ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്യണമെന്ന് പറയുമ്പോൾ മൈക്ക് പറയും ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന് മുകളിൽ തീയിട്ടാലോ, അപ്പോഴേക്കും ഹിപ്പോ വരത്തില്ല, അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും റോഡ്രിഗോ പറയും ആ ഒരു കന്നാസിലെ പെട്രോൾ ഉണ്ട്, അതെടുത്ത് വെള്ളത്തിലേക്ക് ഒഴിച്ച് കത്തിക്ക്. അപ്പോൾ അതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്. ഇപ്പോഴാണ് ആ ഒരു ബിസിനസ്സുകാരി പറയുന്നത് ശരി. ആ സമയം കൊണ്ട് ഒരാൾ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ബോട്ടിനകത്ത് കയറി ആ ഒരു GPS ട്രാക്കർ അത് ഓണാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനായിട്ട് ഇവിടെ ആൾ വരുമെന്ന് പറയുമ്പോൾ ഇവർക്കാർക്കും വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങാൻ പേടിയാണ്. ഇപ്പോൾ റോഡ്രിഗോ ഉണ്ടല്ലോ, അവനാണെങ്കിൽ നല്ല രീതിയിൽ പരിക്ക് പറ്റിയതുകൊണ്ട് അവൻ പറയും സോറി എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ സല്ലി ആണെങ്കിൽ അവളുടെ മകൻ മൈക്ക് ഉണ്ടല്ലോ, അവനെ വെള്ളത്തിലേക്ക് പറഞ്ഞു വിടത്തില്ല. അപ്പോൾ മൈക്ക് പറയും ശരി ഐഡിയ നിങ്ങളുടേതല്ലേ, നിങ്ങൾ അതുപോലെ ചെയ്യാൻ പറയുമ്പോൾ ബിസിനസ്സുകാരി പറയും ഏയ് നോക്ക് ഞാൻ ഇവിടെ നിന്നും അത്രയും ദൂരമാണ്, എനിക്ക് അത്രയും ദൂരം നീന്തി വരാൻ കഴിയത്തില്ല, അതുപോലെ എനിക്ക് നീന്തലും അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ അവസാനമുള്ളത് നമ്മുടെ ഹീറോയിനാണല്ലോ, അതുകൊണ്ട് ഹീറോയിൻ തന്നെ അത് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. വേറെ വഴിയില്ല, അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ മൈക്ക് ഈ വെള്ളത്തിലേക്ക് പെട്രോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിന് മുകളിലേക്ക് തീയിട്ട് കൊടുക്കും. കാരണം റോഡ്രിഗോയുടെ കയ്യിൽ ലൈറ്റർ ഉണ്ടായിരുന്നു, അത് വെച്ച് അതിന് മുകളിലെല്ലാം തീയിട്ടിട്ട് ഒരു തടിയിലും ഇതുപോലെ തീ കത്തിച്ച് വെച്ച് ഇപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഹീറോയും പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി റോഡ്രിഗോയുടെ കയ്യിൽ നിന്ന് ആ ഒരു കീ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് നേരെ ബോട്ടിനടിയിലേക്ക് പോവാണ്. അങ്ങനെ ബോട്ടിനടിയിലേക്ക് വന്ന് അവിടെ എവിടെയോ ടോർച്ച് ഇരിപ്പുണ്ട്, അതും കണ്ടുപിടിച്ച് ആ ഒരു ടോർച്ച് ഓണാക്കുന്നതും ഇപ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട്, ഏത് നിമിഷം വേണമെങ്കിലും അറ്റാക്ക് വരാലോ. അങ്ങനെ ബോട്ടിനടിയിൽ കിടന്നിട്ട് അവൾ കുറച്ച് മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഹന്നയുടെ ബോഡി അതിനകത്ത് പൊങ്ങിക്കിടക്കുന്നു. ഇത് കണ്ട് അവൾ ആദ്യം അങ്ങ് പേടിച്ചു പോകും. എന്തായാലും പേടിച്ചിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് അവൾ ധൈര്യം സംഭരിച്ച് അങ്ങനെ നീന്തി ആ ഒരു ട്രാക്കർ ഉണ്ടല്ലോ അതുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്ന് അതിൻ്റെ ബോക്സ് തുറന്ന് ഈ ട്രാക്കർ എങ്ങനെയെങ്കിലും ഓണാക്കി വെക്കും. എന്നിട്ട് അവൾ അങ്ങനെ തിരിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മൈക്ക് ഈ ബോട്ടിനടിയിലേക്ക് കയറി വരുന്നു. ഇവനെ കണ്ട് അവളങ്ങ് പേടിക്കുന്നത് മേയ് പേടിക്കണ്ട, അതല്ല വെളിയിലുള്ള തീയെല്ലാം കഴിയാറായി, അതുകൊണ്ട് നീ പെട്ടെന്ന് മുകളിലേക്ക് വരണമെന്നും പറഞ്ഞ് ഇവരിപ്പോൾ സേഫായിട്ട് മുകളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഹിപ്പോ എന്ന് ചെയ്യുന്നില്ല. അങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ഇപ്പം അവനോട് ചോദിക്കും ഇപ്പം ആ ഒരു GPS ട്രാക്കർ അത് ഓണായിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഓണായി കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ശബ്ദം കേൾക്കും, പക്ഷെ അത് കേൾക്കുന്നില്ല, എനിക്ക് തോന്നുന്നു വെള്ളം കയറിയിട്ട് അത് നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ എൻ്റെ ഫോൺ എന്തായാലും ഒന്ന് ഓണാക്കി നോക്കാം, അതിലെ ലൊക്കേഷൻ അയച്ചു കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ എടുത്ത് ആ ഒരു ബാറ്ററി എല്ലാം ഊരി അതിൽ നിന്ന് വെള്ളമെല്ലാം ഇങ്ങനെ ഊതി കളഞ്ഞ് വീണ്ടും അതെടുത്തിട്ട് അത് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും എന്തോ ഭാഗ്യത്തിന് അത് ഓൺ ആവുന്നുണ്ട്. അങ്ങനെ സിഗ്നൽ കിട്ടുന്നില്ല, പക്ഷേ GPS-ന്റെ ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ അത് മാത്രം ഓണാക്കി ഇടാൻ കഴിയും. അതുകൊണ്ട് അവൻ്റെ ഫോണിൽ അത് ഓണാക്കി ഇടുന്നതും അതും സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർക്ക് കുറച്ച് സമാധാനമാവുന്നത്. ഇതേ സമയം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ വാക്കറപ്പൂവനുണ്ടല്ലോ, പുള്ളിക്കാരന് ഇവരെല്ലാവരും ഉള്ള ആ ഒരു ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബോട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെ നിന്നും ആ ബോട്ടിന്റെ ശബ്ദം ഇവർ കേൾക്കുന്നത്. അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഹേയ് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കി വിളിക്കുന്നതും നമ്മുടെ വാക്കറപ്പൂവൻ എന്തായാലും ആ ഒരു ശബ്ദം കേട്ട് ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെല്ലാവരെയും കണ്ടുപിടിക്കും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്,
അപ്പൂപ്പൻ ഇത്രയും ദൂരം വന്നതുകൊണ്ട് ബോട്ടിലെ ഫ്യൂവലെല്ലാം തീർന്നുപോയി. അതുകൊണ്ട് തുഴഞ്ഞു വേണം പോകാനായിട്ട്. അങ്ങനെ ഇവിടേക്ക് വന്ന് എന്താ കാര്യം എന്നെല്ലാം തിരക്കി. കാര്യം തിരക്കുമ്പോഴത്തേക്കും ഇവർ ആ നടന്ന കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ കയ്യിൽ ഫ്യൂവലില്ലേന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അത് ഞങ്ങൾ ഇവിടെ കത്തിക്കാനായിട്ട് എടുത്തു. ഓക്കെ, എന്തായാലും നമുക്കിനി തുഴഞ്ഞു പോകാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ബോട്ടിലേക്ക് കയറാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഹന്നയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു മരത്തിൽ ഈ ബെൽറ്റ് വെച്ചെല്ലാം കെട്ടുന്നുണ്ട് ബാഗിന്റെ. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ആ ഒരു ബോട്ടിലേക്ക് കയറി. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ എത്തുന്നത് ആ ഒരു ബിസിനസ്സുകാരി ഉണ്ടല്ലോ അവരുടെ മരത്തിനടുത്താണ്. എന്നിട്ട് അവരെയും വിളിച്ച് ഈ ബോട്ടിലേക്ക് കയറ്റും. അവരാണെങ്കിൽ ബാഗെല്ലാം സേഫ് ആക്കി വെച്ചിട്ട് ഇപ്പൊ ബോട്ടിലേക്ക് കയറിയ ഉടനെ എവിടെ എന്റെ ചെരുപ്പെന്നും പറഞ്ഞ് ആ ഒരു വലിയ ഹീൽസ് ഉണ്ടല്ലോ അതെടുത്ത് കാലിലേക്ക് ഇടും. അപ്പൊ ആ ഒരു ബോസ് ചോദിക്കുന്നുണ്ട്, മേഡം ഇതിപ്പോ അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അത്യാവശ്യമല്ലാതെ നിങ്ങളുടെ ഈ ഒരു സഹായി ഈ ഗൈഡ് ഇവന് നല്ലതുപോലെ ബോട്ട് പോലും ഓടിക്കാൻ അറിയത്തില്ല. ഇവൻ കാരണം ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചെന്നറിയോ? നിങ്ങളുടെ കമ്പനിക്കെതിരെ ഞാൻ കരയിൽ ചെന്നിട്ട് എന്തായാലും കേസ് കൊടുക്കുമെന്നല്ല അവർ പറയുന്നുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ആ ഒരു സ്രാവിന്റെ ഡീപ്പ് വാട്ടർ എന്ന് പറഞ്ഞ ആ ഒരു സിനിമ കണ്ടപ്പോഴും ഒരു ചൊറിയൻ കഥാപാത്രം ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഒരു ചൊറിയൻ കഥാപാത്രമാണ് ഇതേ ഇവര്. ഇപ്പോ അവർ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവരിപ്പോ പറയും, ശരി ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഫോട്ടോ എടുക്കാൻ പോവാണ്, എന്നിട്ട് അത് ഞാൻ തെളിവായിട്ട് കാണിക്കും എന്ന് പറയുമ്പോൾ ഇത് കേട്ട മൈക്കിന് നല്ല ദേഷ്യം വന്നിട്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ പോലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതും അവർ പറയും, ഓ അപ്പൊ എന്നെ വഴക്ക് പറയണോ? ഇതിനെല്ലാം കുറ്റക്കാരൻ നീയാണ്, നീ എന്നോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞിട്ട് ആ വയ്യാണ്ടിരിക്കുന്ന റോഡ്രിഗോ ഉണ്ടല്ലോ അവന്റെ മുകളിലേക്ക് കയറി എന്നോട് ക്ഷമ പറയണമെന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ട് ദേഷ്യം വന്ന മൈക്ക് അവരെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവര് മൈക്കിനെ പിടിച്ചൊരു ഒറ്റത്താള് മൈക്ക് നേരെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. ഇപ്പൊ മൈക്ക് വെള്ളത്തിലേക്ക് വന്ന് വീഴുന്നതും സല്ലി മോനെ എന്നും പറഞ്ഞിട്ട് അവനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വെള്ളത്തിനടിയിൽ നിന്നും മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. ആഹാ, വേറെ ഒന്നുമല്ല, അവന്റെ മുന്നിലായിട്ട് ആ ഒരു ഹിപ്പോ പൊങ്ങി വന്ന് നിൽക്കുന്നു. അവന്റെ തല മാത്രം മുകളിലുണ്ട്. ഇപ്പൊ മൈക്ക് അതിനെ കണ്ട് പേടിച്ച് നിൽക്കുന്നതും ആ ഹിപ്പോ അങ്ങനെ വന്നവനെ നോക്കി നിൽക്കാണ്. ഇതിന്റെ കുട്ടിയെ വേണമെന്നുണ്ടെങ്കിൽ ക്യൂട്ടെന്ന് പറയാം, പക്ഷെ ഇതിനെ ഒരിക്കലും പറയാൻ കഴിയത്തില്ല. ഇപ്പൊ മൈക്ക് പുറകിലേക്ക് നീന്താനായിട്ട് വരുന്നതും ആ ഹിപ്പോ അങ്ങനെ വന്ന് അവനെയും എടുത്തോണ്ട് പോവാണ്. ഇതുകൂടിയാവുന്നത് തന്റെ മകനെ നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു. സല്ലിക്കാണെങ്കിലോ അത് സഹിക്കാൻ കഴിയുന്നില്ല. അവര് നല്ലതുപോലെ കരയുന്നുണ്ട്. ഒരമ്മ അതേപോലെ തന്നെ മകള്, ഈ രണ്ടവസ്ഥയിലൂടെ വേണം അവർ കടന്നു പോകാനായിട്ട്. അങ്ങനെ അവരിങ്ങനെ കരയുന്നതും ഇതിനെല്ലാം കാരണം ഈ ഒരു ബിസിനസ്സുകാരി ഉണ്ടല്ലോ അവരാണ്. അപ്പോഴാണ് നമ്മുടെ അപ്പൂപ്പൻ വാക്കറപ്പൂവൻ പറയുന്നത്, ശരി ഞാൻ തോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് എന്തായാലും അതിനെ വെടിവെക്കാം, എന്തായാലും കൊല്ലാൻ പോവല്ല, അതിനെ മയക്കുവെടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ രക്ഷപ്പെട്ട് പോകാനാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ശ്രദ്ധ തിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇവരെല്ലാവരും പ്ലാൻ ചെയ്ത് ഇപ്പോൾ ബുള്ളറ്റെല്ലാം ലോഡ് ചെയ്തിട്ട് ഇവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒരു ടോർച്ചും കൊണ്ട്. ഇതേ സമയം സല്ലിയെ കാണിക്കുമ്പോൾ സല്ലിയാണെങ്കിലോ അവളുടെ മകൻ മരിച്ചതുകൊണ്ട് അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരും മനഃപൂർവ്വം മരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൈക്കിന്റെ പേരും പറഞ്ഞിപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. നമ്മുടെ ഹീറോയിൻ എത്ര വിളിച്ചു നോക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്നില്ല. അങ്ങനെ വെള്ളത്തിലൂടെ നീന്തി പോവാണ്, അതും ഈ ഒരു ഹിപ്പോയുടെ അടുത്തേക്ക്. കാരണം അത് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്നും പറഞ്ഞ് ഇവരെത്ര പറഞ്ഞിട്ട് കേൾക്കാതെ സല്ലി അങ്ങനെ തന്നെ നീന്തി പോകുന്നതും ഇപ്പൊ ആ ഒരു ബിസിനസ്സുകാരി ഉണ്ടല്ലോ അവരവിടെ നിന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്നെല്ലാം പറയുന്നുണ്ട്. ഇവരെ കാണുമ്പോൾ ഇടിച്ച് വെള്ളത്തിലേക്ക് ഇടാൻ തോന്നും. അപ്പൊ നമ്മുടെ വാക്കറപ്പൂവൻ പറയും, ശരി അവള് പോട്ടെ, അവളുടെ മുന്നിൽ ആ ഒരു ഹിപ്പോ വരികയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് അപ്പൂവനും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് ആ ഒരു ഹിപ്പോ വരുന്നില്ല. ഇപ്പോ സല്ലിയാണെങ്കിലോ ആ പുകയ്ക്കുള്ളിലേക്ക് നീന്തിയങ്ങ് മറിഞ്ഞു, അവളെ കാണാനുമില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ബോട്ടിനടുത്തായിട്ട് ആ ഒരു ഹിപ്പോ പെട്ടെന്ന് പൊങ്ങി വന്ന് നമ്മുടെ അപ്പൂപ്പനെ ഇടിച്ച ആ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് അപ്പൂപ്പനെ കടിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പൂപ്പന്റെ കാല് ഇതിന്റെ പല്ലിലേക്ക് കൊടുങ്ങും, ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അപ്പൂപ്പനെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഈ ഗ്യാപ്പിൽ റോഡ്രിഗോ ഉണ്ടല്ലോ അവന്റെ കയ്യിൽ ആ ഒരു തോക്ക് കിട്ടും. അപ്പോൾ റോഡ്രിഗോ ആ ഒരു തോക്ക് എടുത്ത് ഈ ഹിപ്പോയെ ഷൂട്ട് ചെയ്യും. അങ്ങനെ ആ ഒരു ബുള്ളറ്റ് കൊണ്ട് ഹിപ്പോ ആണെങ്കിലോ പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോകുന്നതും നമ്മുടെ അപ്പൂപ്പനെയും വലിച്ചെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എന്തായാലും അപ്പൂപ്പൻ ഹിപ്പോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ ഏതോ ഒരു വശത്തേക്ക് വന്ന് കിടക്കാണ്. അതുപോലെ ഹിപ്പോ ആണെങ്കിലും മറ്റൊരു വശത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ഇവർ പറയും പെട്ടെന്ന് നീന്താനായിട്ട്. ഇത് കേട്ട വാക്കറപ്പൂവനാണെങ്കിലോ നീന്തി നേരെ കരയിലേക്ക് പോകും. അങ്ങനെ അപ്പൂപ്പൻ നീന്തി ഒരു വിധത്തിൽ കരയിലേക്ക് വന്നിരുന്ന് തന്റെ കയ്യിലുള്ള ആ ഒരു തുണിയും വലിച്ചു കയറി കാലിൽ ആ ഒരു മുറിവുണ്ടല്ലോ അവിടെ വെച്ച് കെട്ടിയിട്ട് ഇപ്പോൾ റോഡ്രിഗോയെ വിളിക്കും. റോഡ്രിഗോ നീ എത്രയും പെട്ടെന്ന് ആ ഒരു ബോട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ പറയുമ്പോൾ പാവ റോഡ്രിഗോ അവൻ അനങ്ങുന്നില്ല. വേറൊന്നുമല്ല, അവൻ അധികം നേരം പിടിച്ചിടാൻ കഴിഞ്ഞില്ല. റോഡ്രിഗോ ഇവിടെ വെച്ച് മരിക്കാണ്. അപ്പോൾ റോഡ്രിഗോ മരിച്ചെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഈ അപ്പൂവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പ്ലാൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനും ആ ഒരു ബിസിനസ്സുകാരിയും ഈ മറിഞ്ഞിടക്കുന്ന ബോട്ടിനടുത്താണ് ഇരിക്കുന്നത്. നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ഇവരോട് പറയും, ശരി നിങ്ങൾ രണ്ടുപേരും വെള്ളത്തിലേക്ക് കാല് വെച്ചോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ആ ഹിപ്പോയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. ആ സമയം കൊണ്ട് ഞാൻ ബോട്ടിലേക്ക് പോയിട്ട് ബോട്ട് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്ന് പറയും. ഇത് കേൾക്കുന്ന ബിസിനസ്സുകാരിയാണെങ്കിലോ ഇല്ല ഞാൻ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകണോ, നിങ്ങളുടെ കുട്ടികളെ കാണണോ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുന്നതും ഇപ്പോൾ വേറെ വഴിയില്ലാതെ ഇവർ രണ്ടുപേരും ആ മരത്തിന്റെ കൊമ്പെല്ലാം ഓടിച്ചിട്ട്
അത് കൊണ്ടുവന്ന് ആ ഒരു വെള്ളത്തിലിട്ടിങ്ങനെ അടിക്കുകയാണ്, ശബ്ദം ഉണ്ടാക്കാണ്ട്. കാരണം ഹിപ്പോയുടെ ശ്രദ്ധ ഇവരുടെ അടുത്തേക്ക് തിരിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പോഴും ആ ഒരു ഹിപ്പോയെ എവിടെയും കാണുന്നില്ല. അങ്ങനെ ഇവർ കുറേ നേരം ട്രൈ ചെയ്യുന്ന അപ്പൂവൻ വിചാരിക്കും ഹിപ്പോ എന്തായാലും അവിടേക്ക് പോകുമെന്ന് വിചാരിച്ച് വാക്കർ അപ്പൂവൻ പതിയെ നടന്ന് മുന്നിലേക്ക് വരുന്നതും ആ ഹിപ്പോ അപ്പൂപ്പന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ആഹാ, വേറെ എന്തോ വേണം. അപ്പൂവൻ പേടിച്ചങ്ങനെ നിൽക്കാണ്. ഇതാണെങ്കിൽ വെള്ളത്തിലും അല്ല, ഹിപ്പോയ്ക്കാണെങ്കിൽ വെള്ളത്തിലും ഇറങ്ങാൻ കഴിയും, കരയിലും കയറാൻ കഴിയും. അതുകൊണ്ട് അപ്പൂപ്പൻ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം. ഹിപ്പോ അപ്പൂപ്പന്റെ പിറകെ തന്നെയുണ്ട്. അപ്പൂപ്പൻ ഓടി വന്നിട്ട് ഒരു വലിയ മരമുണ്ട്, അതിന്റെ ഗ്യാപ്പിൽ അപ്പുറത്ത് വശത്തേക്ക് നിൽക്കുന്നതും ഈ ഹിപ്പോ അതിന്റെ തല വെച്ചിട്ട് അപ്പൂവനെ കടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൂവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ കയ്യിൽ ഫ്ലെയർ ഉണ്ട്, അത് കത്തിച്ചിട്ട് ഈ ഒരു ഹിപ്പോയുടെ അടുത്തേക്ക് കാണിച്ചു കൊടുക്കും. ഇപ്പോൾ ഹീറോയിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നോക്കി നിൽക്കുന്ന അപ്പൂവൻ എത്ര നേരം അങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. കാരണം ഹിപ്പോ അപ്പൂപ്പനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അങ്ങനെ നീന്തി വന്ന് അവൾ ഈ ഒരു ബോട്ടിലേക്ക് കയറും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഇവർ മൂന്നുപേരും ആ ഒരു ബോട്ടിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഹന്നയാണെങ്കിലോ അവൾ കൊണ്ടുവന്ന ആ ഒരു ബാഗ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഹീറോയിൻ വെള്ളത്തിൽ നിന്ന് അങ്ങ് എടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബാഗിൽ ചോക്ലേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് ഇവർക്ക് രണ്ടുപേർക്ക് കഴിക്കാനായിട്ട് കൊടുത്ത് ഇപ്പോൾ ബോട്ടും തുഴഞ്ഞ് ഇവർ മുന്നോട്ട് പോവാണ്. അതുമല്ല ഇവർക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ ഹിപ്പോ എവിടെയാണ്, ഇവരെങ്ങോട്ടാണ് പോകുന്നത്, നല്ല ഇരുട്ടുണ്ട്. അപ്പോൾ അടുത്ത എവിടെയെങ്കിലും കരയോ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഹന്നയുടെ ബാഗിലൊരു ക്യാമറ ഉണ്ടായിരുന്നു. അതെടുത്ത് ആ ഒരു ക്യാമറ എടുത്ത് വെച്ചിട്ട് അതിലെ നൈറ്റ് വിഷൻ ഉണ്ടല്ലോ അത് ഓണാക്കി നോക്കും. അപ്പോഴേക്കും മുന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു പഴയ കെട്ടിടം നിൽക്കുന്നത് ഹീറോയിൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു അപ്പൂവനോട് ആ ഒരു കാര്യം പറഞ്ഞ് ഓക്കെ, അടുത്ത ദിവസം ആളുകൾ വരുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും ബോട്ട് ആ കരയിലേക്ക് കൊണ്ട് ചേർക്കാണ്. അങ്ങനെ മൂന്നുപേരും ബോട്ട് കരയിലേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതിനകത്തേക്ക് കയറിപ്പോവും. ഇതെന്താണെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അപ്പോഴാണ് ആ ഒരു അപ്പൂവൻ അകത്തേക്ക് വരുമ്പോൾ പറയുന്നത് ഇതെന്തോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്, അത് മൃഗങ്ങളെ പറ്റിയുള്ള. അങ്ങനെ അതിനകത്തേക്ക് വന്നിട്ട് ഈ പഴയ ക്യാനൊക്കെ ഉണ്ടല്ലോ, ഓയിൽ ക്യാൻ, അതെന്തെങ്കിലും കിട്ടുമെന്ന് ഇവർ അന്വേഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹിപ്പോയെ കൊല്ലാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ പേടിപ്പിച്ച് ഓടിക്കാൻ കഴിയും. ആ രീതിയിലെല്ലാം ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മൂന്നുപേരും അകത്തേക്ക് വന്ന് അവിടെ എല്ലാം അന്വേഷിക്കുമ്പോൾ ഇവിടെയാണ് ഈ അപ്പൂവൻ പറഞ്ഞിരുന്നല്ലോ ആഫ്രിക്കയിൽ നിന്ന് ഇവിടേക്ക് ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ടുവന്ന് വളർത്താൻ ശ്രമിച്ചുവെന്ന്. അതുപോലെ ഇവിടെ വെച്ച് വളർത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്തോ അവരെ കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. അതുപോലെയുള്ള ബുക്കും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും ഈ ജനാല വഴി താഴേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഹിപ്പോപ്പൊട്ടാമസിനെ അടച്ചു വെക്കാനുള്ള വലിയ കൂടുകളൊക്കെ താഴെയുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു സ്ഥലം. അപ്പോൾ ഇവർ പറയും ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായാലും ഇന്ധനം ഉണ്ടാവും, അത് നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും ഇപ്പോൾ വെളിയിലേക്ക് വരും. വെളിയിലേക്ക് വന്നിട്ട് അവിടെ നോക്കാണ്. ഇപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ട് ഇന്ധനം വേണ്ടത് എന്തിനാന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ തീയിടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ തീയിടുമ്പോഴത്തേക്ക് ആ ഒരു പോകാണ്ട് രക്ഷാപ്രവർത്തകർ എന്തായാലും ഇവിടേക്ക് വരും. അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കരയുന്ന ശബ്ദം. കാരണം ഇവിടെ അടുത്തുള്ള ആ ഒരു വലിയ കൂടുകളിൽ ഈ ഹിപ്പോപ്പൊട്ടാമസിന്റെ അസ്ഥിയും മറ്റു കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതിന് മുന്നേ ഇതിനകത്ത് അടച്ചിട്ടതിൻ്റെയാണ്. അങ്ങനെ ഈ ശബ്ദം എന്താണെന്ന് ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഹിപ്പോപ്പൊട്ടാമസിന്റെ കുഞ്ഞുണ്ടല്ലോ അത് ഒരു വലിയ ഗേറ്റിനടിയിൽ കിടക്കുന്നു. അതിന് വെളിയിലേക്ക് വരാൻ കഴിയുന്നില്ല. അതാണ് കിടന്ന് കരയുന്നത്. അപ്പോൾ ഹീറോയിൻ പറയും ശരി, ഞാൻ പോയി അതിനെ രക്ഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് പതിയെ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഹിപ്പോ അത് പെട്ടെന്ന് ഇവിടേക്ക് വന്നിട്ട് ഹീറോയിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അതിൻ്റെ കുഞ്ഞിനടുത്താണല്ലോ അവൾ നിൽക്കുന്നത്. ഹീറോയിൻ ഇത് കണ്ട് പെട്ടെന്ന് തിരിച്ച് ആ ഒരു വീടിനടുത്തേക്ക് ഓടി വരുന്നതും ആ ഒരു പാലത്തിലേക്ക് കയറുമ്പോൾ ഹിപ്പോ ഓടി വന്ന ആ ഒരു പാലെല്ലാം ഇടിച്ച് തകർത്ത് അവളെ കടിക്കാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്തോ ജസ്റ്റ് മിസ്സിന് ഹീറോയിൻ രക്ഷപ്പെട്ട് അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് ഇവരെല്ലാവരും വീണ്ടും ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് തന്നെ ഓടി കയറുകയാണ്. അങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഈ ഒരു വീട് കത്തിക്കാൻ വേണ്ടി അവിടെയുള്ള ചെയർ ടേബിള് ഇതെല്ലാം പറക്കി ഒരിടത്തേക്ക് കൂട്ടിയിട്ടിട്ട് അത് കത്തിക്കാനുള്ള ആ ഒരു ഇന്ധനം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓയിലോ വേറെ എന്തെങ്കിലും ഒരു കാര്യം അത് ഇവരിങ്ങനെ അന്വേഷിക്കും. അപ്പോഴേക്കാണ് ആ ഒരു ബിസിനസ്സുകാരി ഇതിന് താഴേക്ക് പോകാനായിട്ട് മറ്റൊരു വഴി കണ്ടുപിടിച്ചിട്ട് ഹീറോയിനോട് പറയും ദേ ഈ വഴി നമുക്ക് താഴേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇല്ലില്ല, നമ്മൾ എന്തായാലും അതിലേക്ക് പോകുന്നില്ല, അത് ഡേഞ്ചറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയും. അതുകൊണ്ട് ആ ഒരു ബിസിനസ്സുകാരി പോകത്തില്ല. അത് കഴിഞ്ഞ് ഒരു മൂന്നുപേര് പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് വലിയൊരു ഓയിൽ ക്യാൻ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അത് കണ്ട ഹീറോയിൻ ഇവരോട് പറയുമ്പോഴത്തേക്കും ഇവർ മൂന്നുപേരും അവിടേക്ക് വന്നിട്ട് ആ ഒരു ഓയിൽ ക്യാൻ അങ്ങനെ തള്ളി താഴേക്കിട്ട് അത് ഉരുട്ടി കൊണ്ടുപോവാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തെല്ലാം ഓയിൽ വീഴുന്നുണ്ട്. അങ്ങനെ അതൊരു വിധത്തിൽ ഇവിടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂവൻ പറയുന്നത് ശരി, ഞാൻ നേരെ ബോട്ടിലേക്ക് പോവാം, തീ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓടി രക്ഷപ്പെടാൻ പാടായിരിക്കും, ഞാൻ ബോട്ടിലെത്തിയതിന് ശേഷം നിങ്ങളിവിടെ കത്തിക്കണം, നിൻ്റെ കയ്യിൽ ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല, മാച്ച് ബോക്സ് ഉണ്ട്. ഓക്കെ ശരി, ഞാൻ എന്തായാലും അവിടെ തന്നെ കാണും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിസിനസ്സുകാരി ഉണ്ടല്ലോ അവരെ വിളിച്ച് ഇവർ രണ്ടുപേരും നടന്ന് വെളിയിലേക്ക് ഇറങ്ങാനായിട്ട് ആ ഒരു ഡോറിനടുത്തേക്ക് വരുന്നതും ആ ഇപ്പോൾ അകത്തേക്ക് കയറി വരാൻ പോകുന്നു. അപ്പോൾ അപ്പൂപ്പൻ ഓക്കെ ഈസി മോളെ ഓക്കെയാണ് എന്നെല്ലാം പറയുന്നുണ്ട്.
അയാൾ അങ്ങനെ നിൽക്കുന്നതും ഈ ഹിപ്പോ പെട്ടെന്ന് ഈ ഡോറെല്ലാം ഇടിച്ച് തുറന്ന് അകത്തേക്ക് വരും. അപ്പോൾ അപ്പവും പെട്ടെന്ന് താഴെ വന്ന് വീഴുന്നതും നമ്മുടെ ഹീറോയിനും ബിസിനസ്സുകാരിയും ഓടി അടുത്തുള്ളൊരു മുറിക്കകത്തേക്ക് കയറും. പക്ഷേ ബിസിനസ്സുകാരി എന്താ ചെയ്യുന്നതെന്നറിയോ? അപ്പൂപ്പനെ വലിച്ചകത്തേക്ക് കയറ്റാതെ അതിന് മുന്നേ അതിലെ ഡോർ അടച്ചിട്ട് അതിൻ്റെ കുറ്റി അങ്ങിടും. ഇപ്പോൾ ഹീറോയും പറയാം അയാളെ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല, നമ്മൾ ഈ ഡോർ തുറന്നാൽ ഈ ഹിപ്പോ നമ്മളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ബിസിനസ്സുകാരി എനിക്ക് എൻ്റെ മക്കളെ കാണണമെന്നും പറഞ്ഞ് അവർ നമ്മുടെ അപ്പൂപ്പനെ രക്ഷിക്കാതെ അതിനകത്ത് കയറിയിരിക്കുന്നതും ഈ ഹിപ്പോ അങ്ങനെ വന്ന് നമ്മുടെ അപ്പൂപ്പൻ്റെ കാലിലേക്ക് കടിച്ച് അയാളുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടി അപ്പൂപ്പനെ അവിടെ വെച്ച് കൊല്ലുകയാണ് പാവം. എന്നിട്ട് ആ ഒരു ഹിപ്പോ എന്താ ചെയ്യുന്നറിയോ? ഇവരിയ്ക്കുന്ന ആ ഒരു റൂമിൻ്റെ ഡോറ് ആദ്യം ഇടിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ 2 വശത്തേക്ക് തിരിഞ്ഞു പോകണം, അതിൻ്റെ ശ്രദ്ധ മാറ്റണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അത് ഡോർ ഇടിച്ച് അകത്തേക്ക് വരുന്നതും ഹീറോയിനും ബിസിനസ്സുകാരിയും 2 വശങ്ങളിലേക്ക് ഓടും. അപ്പോൾ ഇതിനെ ആരെ ഫോളോ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരവസരത്തിൽ നമ്മുടെ ബിസിനസ്സുകാരിയെ കഴിക്കാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ അങ്ങനെ തന്നെ ഒഴിഞ്ഞു മാറിയ അവസാനം അവളുടെ കയ്യിൽ വലിയൊരു വാള് കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ ഹിപ്പോയെ തട്ടും. എന്നിട്ട് പറയും ദേ എൻ്റെ അടുത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് ബിസിനസ്സുകാരിയോട് പറയും ശരി, നിങ്ങൾ നേരത്തെ കാണിച്ചില്ല ഒരു വഴി, അതിലേ താഴേക്ക് ഇറങ്ങിക്കോ, എന്നിട്ട് ആ വഴിയെ പോ, ഞാൻ നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ടാവുമെന്ന് പറയുന്നതും ബിസിനസ്സുകാരി ഓടി വന്നിട്ട് ആ ഒരു വഴി തുറന്ന് എടുത്തൊരു ഒറ്റ ചാട്ടം. പക്ഷേ താഴെ വീഴുന്നതും അവരുടെ കാലി അതിൻ്റെ എല്ലങ്ങ് പൊട്ടിപ്പോവും. അതുകൊണ്ട് അവർ വേദന കാരണം അവിടെ ഇരിക്കുകയാണ്. അവർക്കിപ്പോൾ നടക്കാനും കഴിയുന്നില്ല. വല്ല കാര്യം ഉണ്ടായിരുന്നു? എന്തായാലും അവർക്ക് അങ്ങനെ തന്നെ വേണം. കുറച്ച് കുഴപ്പം കൂടുതലായിരുന്നു. ഈ ബാക്കിയുള്ളവർക്കാർക്കും ഫാമിലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുപോലെ. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിലോ ഈ ഹിപ്പോയെ പേടിച്ച് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയല്ല അവസാനം താഴേക്ക് വന്ന് വീഴും. പക്ഷെ വന്ന് വീഴുന്നത് എവിടെയാണെന്നറിയോ? ആ ഒരു ഓയിലുണ്ടല്ലോ അത് വീണെടുത്ത് ഇപ്പോൾ ഈ ഒരു ഹിപ്പോ ആണെങ്കിൽ അവളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നതും ഹീറോയും പതിയെ പേടിച്ച് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് അവളുടെ കയ്യിൽ ആ ഒരു മാച്ച് ബോക്സ് എടുത്തിട്ട് അങ്ങനെ കത്തിക്കും. എന്നിട്ട് ഈ ഹിപ്പോയെ ഒരു തെറിയും വിളിച്ച് ആ തീ കത്തിച്ച് താഴേക്ക് ഇട്ട് കൊടുക്കുന്നതും ഓയിൽ കിടന്ന എല്ലാ സ്ഥലവും കത്തി പിടിക്കുമ്പോൾ ഈ ഒരു ഹിപ്പോയുടെ ദേഹവും നല്ലതുപോലെ പൊള്ളുന്നുണ്ട്. നല്ലതുപോലെ തീ പിടിച്ചിട്ട് ആ ഒരു ഹിപ്പോയ്ക്കും ഹീറോയിൻ്റെ അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഈ ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഓടി നമ്മുടെ ബിസിനസ്സുകാരി പോയ ആ ഒരു വഴിയിലേക്ക് ചാടി ഇറങ്ങിയിട്ട് അവരുടെ കാല് നോക്കുമ്പോൾ നല്ല പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ അവരെയും പൊക്കിയെടുത്ത് വെളിയിലേക്ക് വരികയാണ്. അതുപോലെ ഇവർ രണ്ടുപേരും ഈ വീടിനടിയിലായതുകൊണ്ട് മുകളിൽ ആ ഒരു ഓയിൽ ക്യാൻ ഉണ്ടല്ലോ അത് പൊട്ടിയങ്ങ് തെറിക്കുന്നു. ഹിപ്പോയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് നേരെ വെളിയിലേക്ക് വരുന്നതും ഇപ്പൊ ഈ ഒരു സ്ഥലം തീ പിടിച്ചത് കൊണ്ട് എന്തായാലും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് ആള് വരും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആ ബോട്ടിലേക്ക് കയറേണ്ടി വരുമ്പോഴത്തേക്കാണ് ഈ ഹിപ്പോയുടെ കുഞ്ഞുണ്ടല്ലോ അത് പാവം അവിടെ കിടന്ന് കരയുന്നത് കാണുമ്പോഴത്തേക്ക് ഹീറോയും പറയും ഇല്ല, ഞാൻ എന്തായാലും നിങ്ങളോടൊപ്പം വരുന്നില്ല. ഇവിടേക്ക് ആള് വന്നു കഴിഞ്ഞാൽ ഈ ഹിപ്പോയുടെ കുഞ്ഞുണ്ടല്ലോ അതിനെ രക്ഷിക്കണം, അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞ് ആ ബിസിനസ്സുകാരിയെ പറഞ്ഞു വിടും. അപ്പോൾ ബിസിനസ്സുകാരി പറയുന്നുണ്ട് നീ എടുക്കുന്ന തീരുമാനം വളരെ മോശമാണ്, പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരുമെന്നെല്ലാം പറയുമ്പോൾ ഹീറോയിനില്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ബിസിനസ്സുകാരി അവിടെ നിന്ന് നടന്ന് ആ ഒരു കൂടിനടുത്തൂടെ ഇങ്ങനെ പിടിച്ചു പോവാണ്. അപ്പോൾ ഹീറോയിൻ ആ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവിടേക്ക് ഓടി ചെല്ലുന്നതും ഇതേ സമയം അകത്തുള്ള ആ ഒരു ഹിപ്പോ ഉണ്ടല്ലോ അത് മരിച്ചിട്ടില്ലായിരുന്നു. അതങ്ങനെ വെളിയിലേക്ക് വന്നിട്ട് ഈ ബിസിനസ്സുകാരിയെ കാണുന്നതും അത് ഓടി വന്ന് ആ ഗേറ്റോടൊപ്പം ചേർത്ത് വെച്ച് ബിസിനസ്സുകാരി ഒരു ഒറ്റ ഇടി, 2 ഇടിയിൽ തന്നെ അവരുടെ വയലിൽ നിന്ന് രക്തമെല്ലാം പോയിട്ട് അവരവിടെ വെച്ച് മരിക്കും. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുകയാണല്ലോ. ഈ ഗേറ്റും വലിച്ച് പൊക്കാൻ കഴിയുന്നില്ല, കാരണം അവിടെയുള്ള ഈ ചെടിയും കാര്യങ്ങളെല്ലാം കുടുങ്ങിയിട്ട് അതനക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയിൻ പറയും ഓക്കെ, എനിക്കിപ്പോൾ മനസ്സിലായി നീ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും അറ്റാക്ക് ചെയ്തതെന്ന്, നിന്റെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ, അതുകൊണ്ട് ഇതിനെ ഞാൻ രക്ഷിക്കാം എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തിയുണ്ട് നമ്മുടെ ടിമ്മപ്പുമ കൊടുത്തത്, ആ കത്തി വെച്ച് ആ ഒരു ചെടിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഇപ്പോൾ ആ ഒരു ഗേറ്റ് അങ്ങനെ മാറ്റുന്നതും കുഞ്ഞ് ഹിപ്പോ ഉണ്ടല്ലോ അത് പെട്ടെന്ന് തൻ്റെ അമ്മയെ വിളിച്ചിട്ട് അങ്ങനെ ഓടി ആ ഒരു ഹിപ്പോയുടെ അടുത്തേക്ക് വന്ന് അവർ രണ്ടുപേരും സ്നേഹിച്ച്. ഇപ്പോൾ ഹീറോയിൻ അതൊന്നും ചെയ്യുന്നില്ല, തൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്ന ആളുകളെ അത് അറ്റാക്ക് ചെയ്തത്. കാരണം നമുക്കറിയാലോ ഹിപ്പോ ഒരിക്കലും മാംസപ്പൊക്കല്ല, പക്ഷെ അത് അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അതിനെക്കാട്ടി ഡേഞ്ചർ ആയിട്ടുള്ളൊരു മൃഗം വേറെ ഉണ്ടാവത്തില്ല. അങ്ങനെ ആ ഒരു ഹിപ്പോ തൻ്റെ കുഞ്ഞിനെയായിട്ട് അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ ഇവിടെ മുഴുവൻ നല്ലതുപോലെ തീ പിടിച്ചതുകൊണ്ട് ഇത് കണ്ടിട്ട് കുറച്ച് ദൂരെ നിന്ന് റെസ്ക്യൂ ടീം ഹെലികോപ്റ്റർ ഇവിടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവസാനം നമ്മുടെ ഹീറോയിൻ അങ്ങനെ ആ ഒരു ഹെലികോപ്റ്ററും ഇവിടേക്ക് വരുന്നതും നമ്മുടെ ഹീറോയിനെയും അവർ കണ്ടുപിടിച്ചു. അങ്ങനെ ഇത്രയും ബഹളത്തിൽ നിന്നും അവസാനം നമ്മുടെ ഹീറോയിൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഹീറോയിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ബാക്കിയുള്ളവരുടെ ശരീരം അവിടെ നിന്ന് എടുത്ത് ഇപ്പോൾ എല്ലാവരെയും അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ ഹെലികോപ്റ്ററിൽ ഇതിന് മുകളിലൂടെ പോകുമ്പോഴത്തേക്കും അടുത്ത ദിവസമായി. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ താഴേക്ക് ആ ഒരു നദിയിലേക്ക് നോക്കുമ്പോൾ ആ ഹിപ്പോയും അതേപോലെ തന്നെ അതിൻ്റെ കുഞ്ഞും നല്ല കളിച്ച് ചിരിച്ച് സന്തോഷിച്ച് തുള്ളിച്ചാടി അങ്ങനെ പോവാണ്. ബാക്കി എല്ലാവരെയും കൊന്നിട്ട് അവർ രണ്ടുപേരും മാത്രം നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. കൊള്ളാം. അതോടെ ഹംഗ്രി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുവരെയും ബൈ.